മുംബൈ ഉപനഗരമായ ഡോംബിവിലിയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ഉയർന്നു. 45 പേർക്ക് പരിക്ക്. നിരവധി പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സുരക്ഷാ വീഴ്ചയെന്ന് പ്രാഥമിക നിഗമനം. കെട്ടിടത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. മുംബൈ ഉപനഗരമായ ഡോംബിവിലിയിലെ MIDC ഫേസ് 2 ആംബർ കെമിക്കൽ കമ്പനിയിലുണ്ടായ ബോയിലർ സ്ഫോടനത്തിൽ 2 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. 45 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തുള്ള എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോംബിവിലിയിലെ വ്യവസായ മേഖലയിലുണ്ടായത് വലിയ പൊട്ടിത്തെറിയാണെന്നാണ് തൊട്ടടുത്ത കമ്പനിയുള്ള വർഗീസ് ഡാനിയൽ പറയുന്നത്. അടുത്തുള്ള മിക്കവാറുമുള്ള കമ്പനിയുടെ വിൻഡോയുടെ ഗ്ലാസുകളും റൂഫും എല്ലാം തകർന്നിട്ടുണ്ട്. ഹാർഡ്ലി ഒരു 100 മീറ്റർ ദൂരത്താണ് എൻ്റെ ഓഫീസ്. ഞാൻ എൻ്റെ ഓഫീസിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഫ്രണ്ടിലെ വിൻഡോ എല്ലാം പൊട്ടിപ്പോയിട്ട് ഓടി. എത്ര ജീവനക്കാർ അകത്ത് കുടുങ്ങി കിടക്കണമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഡാനിയൽ പറഞ്ഞു. കമ്പനിക്കകത്ത് ഉള്ളിലുള്ള സ്ഥിതി ഇതുവരെ പറയാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ റൂഫെല്ലാം പോയി. കാരണം ഉള്ളിൽ കയറാനുള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴും ആയിട്ടില്ല. സ്ഫോടനത്തിന്റെ ശബ്ദം 4 കിലോമീറ്റർ ചുറ്റളവിലെത്തിയ ശേഷമുണ്ടായ വൻ പുകപടലങ്ങൾ വലിയ പരിഭ്രാന്തിയാണ് പ്രദേശവാസികളിൽ പടർത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കെമിക്കൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറിയുണ്ടായത്. കെട്ടിടത്തിൽ കുടുങ്ങിയ നിരവധി പേരെ രക്ഷപ്പെടുത്തിയെന്നും ബാക്കിയുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. ഇത്തരം സുരക്ഷാ വീഴ്ചകൾ കൊണ്ടുള്ള അപകടങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.